നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ക്ലാസ് 9ന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജ് അഥവാ ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട്. ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായും പറയുന്നത് സ്റ്റോൺ ഏജിനെ പറ്റി അഥവാ ശിലായുഗത്തിനെ പറ്റി, ആ ഒരു കാലഘട്ടം മനുഷ്യരുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങളെ പറ്റിയാണ്. അത് കഴിഞ്ഞ് പിന്നെ എന്താണ് സംഭവിച്ചത്. നമ്മുടെ ആദിമ മനുഷ്യർ വനങ്ങളിലായിരുന്നു താമസിച്ചിരുന്നത്. അവർ മൃഗങ്ങളെ വേട്ടയാടിയും കായ്കനികൾ ഭക്ഷിച്ചും അവരുടെ ജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അവർക്ക് കൃത്യമായ ഒരു വാസസ്ഥലം ഉണ്ടായിരുന്നില്ല. ഭക്ഷ്യ വസ്തുക്കൾ അല്ലെങ്കിൽ ആഹാരം ലഭിക്കുന്നതനുസരിച്ച് കാലാവസ്ഥ മാറുന്നതനുസരിച്ചും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവർ ചേക്കേറിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് മൃഗങ്ങളിൽ നിന്ന് തങ്ങളെ സംരക്ഷിക്കുവാനും തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആയുധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അപ്പോൾ ആദിമ മനുഷ്യർ കല്ലുകൊണ്ടുള്ള ശിലകൾ കൊണ്ടുള്ള ഉപകരണങ്ങളും ആയുധങ്ങളുമാണ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തെയാണ് സ്റ്റോൺ ഏജ് അഥവാ ശിലായുഗം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പേര് റീസൺ തന്നെ നമ്മുടെ ആദിമ മനുഷ്യർ ആദ്യമായിട്ട് കല്ല് കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളുമാണ് ഉപയോഗിച്ചിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോൺ ഏജിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പാലിയോലിത്തിക് ഏജ് അഥവാ പ്രാചീന ശിലായുഗം, മെസോലിത്തിക് ഏജ് അഥവാ മധ്യശിലായുഗം, നിയോലിത്തിക് ഏജ് അഥവാ നവീന ശിലായുഗം. ഈ ഒരു ഡിവിഷന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിലും അല്ലെങ്കിൽ ഓരോ സമയത്തും കല്ലുകളുടെ ആകൃതിയിലും രൂപത്തിലും അത് എങ്ങനെയാണ് മനുഷ്യനെ സ്വാധീനിച്ചിട്ടുള്ളത്. പാലിയോലിത്തിക് ഏജ് അഥവാ പ്രാചീന ശിലായുഗമാണ് സ്റ്റോൺ ഏജിന്റെ ആദ്യ കാലഘട്ടം എന്ന് പറയുന്നത്. പാലിയോലിത്തിക് ഈ ഒരു വാക്ക് വന്നിട്ടുള്ളത് ഗ്രീക്ക് വേർഡായിട്ടുള്ള 2 വാക്കുകളിൽ നിന്നാണ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലിയോസ് ആൻഡ് ലിത്തോസ്. പാലിയോസ് എന്ന് പറയുന്നത് ഓൾഡ്, ലിത്തോസ് എന്ന് പറയുന്നത് സ്റ്റോൺ ആണ്. ഇപ്പം പാലിയോലിത്തിക് ഏജിന് അർത്ഥം മനസ്സിലായി കാണുമല്ലോ. ഓൾഡ് അതായത് സ്റ്റോൺ ഏജിന്റെ ആദ്യ കാലഘട്ടങ്ങളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടങ്ങൾ ഉപയോഗിച്ചിരുന്ന കല്ലുകൾ പോളിഷ്ഡൊന്നും അല്ലാത്ത പരുക്കമായിട്ടുള്ള കല്ലുകളാണ് ഉപയോഗിച്ച് കൊണ്ടിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത് പാലിയോലിത്തിക് ഏജിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ്. എങ്ങനെയായിരുന്നു പാലിയോലിത്തിക് ഏജിലെ ആദിമ മനുഷ്യരുടെ ജീവിതം എന്ന് പറയുന്നത്. ഈ ഒരു പാലിയോലിത്തിക് ഏജ് ഞാൻ പറഞ്ഞതുപോലെ സ്റ്റോൺ ഏജിന്റെ തുടക്കമായതുകൊണ്ട് തന്നെ റഫായിട്ടുള്ള ഭയങ്കര കട്ടിയായിട്ടുള്ള സ്റ്റോൺ ടൂൾസ് ആണ് ഉപകരണങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. ഈ കാലഘട്ടത്തിലെ മനുഷ്യർ അല്ലെങ്കിൽ പാലിയോലിത്തിക് ഏജിൽ അവർക്ക് കൃത്യമായൊരു പാർപ്പിടം ഒന്നും ഉണ്ടായിരുന്നു. ഗുഹകളിലും ഏതെങ്കിലും ഓപ്പൺ സ്പേസിലൊക്കെയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വീടോ അങ്ങനെയൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. അവരുടെ പ്രധാനപ്പെട്ട ഒരു ഒക്കുപ്പേഷൻ തൊഴിലെന്ന് പറയുന്നത് വേട്ടയാടുക, എന്തെങ്കിലും ഫുഡ് കായ്കനികൾ ശേഖരിക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പാലിയോലിത്തിക് ഏജിൻ്റെ സൊസൈറ്റിയുടെ സമൂഹത്തിൻ്റെ അടിസ്ഥാനം പറഞ്ഞ ബാൻസ് ആണ്. BANDS ബാൻസ് ആയിരുന്നു. ബാൻസ് വളരെ സിമ്പിളാണ്. ആ ഒരു കാലഘട്ടത്തിൽ പാലിയോലിത്തിക് ഏജിലെ മനുഷ്യർ എപ്പോഴും ഒരു 100ൽ താഴെ ഉള്ളൊരു ഗ്രൂപ്പിനെയാണ് നമ്മൾ പറയുന്നത് ബാൻസ് എന്ന് പറയുന്നത്. അതായത് ബാൻസിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു 100 പേരിൽ താഴെയുള്ള ഒരു സ്മോൾ ഗ്രൂപ്പായിട്ടായിരിക്കും എപ്പോഴും ഈ മനുഷ്യർ താമസിക്കുന്നത്. അതിൽ പരസ്പരം അവർക്ക് പരസ്പരം ഉണ്ടായിരിക്കും. രക്തബന്ധമുള്ളവരായിരുന്നു പരസ്പരം ഒരു കൂട്ടമേ ഒരു സ്ഥലത്ത് താമസിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ആണുങ്ങൾ ഹണ്ടിങ്ങിന് പോകുമായിരുന്നു. വുമൻസ് എന്തെങ്കിലും കായ്കനികൾ ശേഖരിക്കാൻ വേണ്ടി പോകും. ഫുഡൊന്ന് ഫുഡൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒന്നും അവർക്കുണ്ടായിരുന്നു. അന്നത്തേക്ക് വേണ്ടി എന്തെങ്കിലും അവർ ഭക്ഷിക്കും. നാടോടി ജീവിതമായിരുന്നു. അതായത് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്കായിരുന്നു. അവരുടെ കാലാവസ്ഥ മാറുന്നതനുസരിച്ചും ഫുഡ് ലഭിക്കുന്നതിനനുസരിച്ചും ആഹാരമൊക്കെ ലഭിക്കുന്നതനുസരിച്ച് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് അവർ മാറിക്കൊണ്ടിരുന്നു. ഇനി ഈ ഒരു സമയത്ത് ഞാൻ പറഞ്ഞു സ്റ്റോൺ ഏജ്. അപ്പം ഈ ഒരു സമയത്ത് പ്രധാനമായി ഉപയോഗിച്ചിരുന്നത് റഫായിട്ടുള്ള സ്റ്റോൺ ടൂൾസ് ആയിരുന്നു. അതിന് ഏറ്റവും എക്സാമ്പിൾസ് ആണ് പീബിൾ ടൂൾസ്, ഉരുളൻ കല്ലുകൾ, ബൈഫേസ് കോർ ടൂൾസ് എന്ന് പറയുന്നത് ദ്വിമുഖ മാതൃശിലാരൂപങ്ങൾ. പിന്നെയുള്ളത് ഫ്ലേക്ക് ടൂൾസ് അഥവാ കൽച്ചീളുകൾ. പിന്നെ ഉള്ളത് ചോപ്പിംഗ് ടൂൾസ്. പിന്നെ ബ്ലേഡ് പോലെ ഇരിക്കുന്ന സ്റ്റോൺ ടൂൾസാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അഥവാ ഉരുളൻ കല്ലുകൾ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും മുറിക്കാനോ തകർക്കാനോ യൂസ്ഡ് ഫോർ കട്ടിംഗ് ആൻഡ് ബ്രേക്കിംഗ്.
ബൈഫേസ് കോർ ടൂൾസ് അഥവാ ദ്വിമുഖ ശിലാരൂപങ്ങളല്ല ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് യൂസ്ഡ് ഫോർ ഹണ്ടിങ് ആൻഡ് കട്ടിംഗ് മീറ്റ് ആണ്, വേട്ടയാടാന് മാംസം മുറിക്കാന്. ഫ്ലേക്ക് ടൂൾസ് അഥവാ കൽച്ചീളുകൾ ഉപയോഗിക്കുന്നത് യൂസ്ഡ് ഫോർ സ്ക്രാപ്പിംഗ് ആൻഡ് ഫൈൻ കട്ടിംഗ് ആണ്. ചോപ്പർ ചോപ്പിംഗ് ടൂൾസ് യൂസ്ഡ് ഫോർ കട്ടിംഗ് ആൻഡ് ബ്രേക്കിങ്ങിനാണ്. പിന്നെ ബ്ലേഡ് ടൂൾസ് ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഫൈനായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി. ഇനി അത് കഴിഞ്ഞ് ഈ ടൂൾസുകളുടെ ഉപയോഗത്തിനനുസരിച്ച് 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. യൂട്ടിലൈസേഷൻ അഥവാ പ്രയോജനപ്പെടുത്തൽ, ഫാഷനിങ് അഥവാ രൂപമാറ്റം വരുത്തൽ, സ്റ്റാൻഡർഡൈസേഷൻ ക്രമവൽക്കരണം. അപ്പോൾ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്റ്റോൺ ലഭിക്കുകയാണ്, ആ കല്ലിൽ ഒരു മാറ്റവും വരുത്താതെ അതുപോലെ ഒരു ആവശ്യത്തിന് ഉപയോഗിക്കുക. അപ്പോൾ രൂപമാറ്റം വരുത്തൽ അഥവാ ഫാഷനിങ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും, അവർക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് അതിൽ മാറ്റം വരുത്തി ഉപയോഗിക്കുക. ക്രമവൽക്കരണം അഥവാ സ്റ്റാൻഡർഡൈസേഷൻ പറയുന്ന ഓരോ ആവശ്യത്തിനും പ്രത്യേക തരം ടൂളുകൾ നിർമ്മിക്കുന്ന രീതി. നമ്മൾ പറഞ്ഞു പീബിൾ ടൂൾസ് ഉപയോഗിക്കുന്നത് മുറിക്കാനും തകർക്കാനുമാണെങ്കിൽ ബൈഫേസ് കോർ ടൂൾസ് പലപ്പോഴും ഉപയോഗിക്കുന്നത് മാംസം മുറിക്കാനും അങ്ങനെയൊക്കെ. ടോപ്പിക്ക് ഏർലി ഹ്യൂമൻസ് അഥവാ പ്രാചീന മനുഷ്യരുടെ കലാസൃഷ്ടികൾ, ക്രിയേഷനെ പറ്റിയാണ്. ഈ ചിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പാലിയോലിത്തിക് ഏജിലെ പ്രാചീന മനുഷ്യരും അവരുടെ കലാസൃഷ്ടികളും. ആ കാലഘട്ടത്തിൽ ആശയവിനിമയത്തിനായി അവരുപയോഗിച്ചിരുന്ന ഇതുപോലുള്ള ചിത്രങ്ങളാണ്. ഫസ്റ്റ് കാണുന്നത് ഫ്രാൻസിലെ ഷോവേ ഗുഹയിലെ മൃഗത്തിൻ്റെ ചിത്രീകരണമാണ്. അതുപോലെ തന്നെ ഫ്രാൻസിലെ ലാസ്കോ ഗുഹയിൽ കാണപ്പെടുന്ന മൃഗങ്ങളുടെ ചിത്രം. പിന്നെ അടുത്തതായിട്ടുള്ളത് അയവി സ്കൾപ്ചറാണ്, ആനക്കൊമ്പിൽ നിർമ്മിച്ച ശില്പം. ഇത് റഷ്യയിലെ സറക്സിലാണ്. അത് കഴിഞ്ഞ് അടുത്തതായിട്ടുള്ളത് ഫ്രാൻസിലെ കുസ ഗുഹയിൽ കാണപ്പെടുന്ന സ്ത്രീയുടെയും മൃഗത്തിൻ്റെയും ചിത്രീകരണം. പിന്നെ അടുത്ത പിക്ചറിലുള്ളത് അസ്ഥികളിലെ കൊത്തുപണികളാണ്. ഇത് കണ്ടെത്തിയിട്ടുള്ളത് സ്പെയിനിലെ ലാ ഗർമ ഗുഹകളിൽ നിന്നുമാണ്. അപ്പോൾ ഈ ഒരു ചിത്രങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും പഴയകാല മനുഷ്യൻ്റെ ക്രിയേഷനെയാണ് കാണിക്കുന്നത്. ഈ ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് വേണ്ടി വിവിധ തരം നിറങ്ങൾ ഉപയോഗിച്ചിരുന്ന എല്ലാം നാച്ചുറൽ ആയിട്ടുള്ളതായിരുന്നു. ചെടികൾ, മരത്തിൻ്റെ തോല്, കായ്കൾ എന്നിവ അരച്ച് ചെങ്കൽപ്പൊടി ചേർത്താണ് നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അതുപോലെ തന്നെ സൂര്യപ്രകാശം എത്താത്ത സ്ഥലങ്ങളിൽ, സൂര്യപ്രകാശം എത്താൻ കഴിയാത്ത ഗുഹകളുടെ ഭിത്തിയിലും ഗുഹയുടെ മുകളിലൊക്കെ ആയിരുന്നു അവർ ചിത്രം വരച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പിക്ചേഴ്സ് കാണിക്കുന്നത് ഏർലി ഹ്യൂമൻസിൻ്റെ പ്രാചീന മനുഷ്യരുടെ ആ ഒരു ഡെവലപ്മെൻറ്റ്, പുരോഗതി, അവയ്ക്ക് കലയോടുള്ള ആ ഒരു ഇഷ്ടത്തെയാണ് കാണിക്കുന്നത്.